വിശാൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ആഴ്ചത്തെ നമ്മുടെ വചന വിചിന്തന ഭാഗം മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോയുടെ അടുത്ത് ഒരു വലിയ സംശയവുമായിട്ട് സദുക്കായർ വരികയാണ്. അവർ പറയുകയാണ്, ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം ചെയ്തു, സന്താനമില്ലാതെ ഭാര്യയെ സഹോദരനെ വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു. അങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ 7-ാമൻ വരെ അങ്ങനെ മരണമടഞ്ഞു. അപ്പോൾ അവസാനം അവർ ഈശോയോട് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ പുനരുത്ഥാനത്തിൽ അവൾ ഈ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും എന്ന് ചോദിക്കുകയാണ്. ഒരു പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ആശ്ചര്യം തോന്നുന്ന ഒരു ചോദ്യമാണ്. 7 പേരെ വിവാഹം ചെയ്ത സ്ത്രീ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും? എന്നാൽ ഈശോ അതിന് മറുപടി എന്നോണം പറയുന്നത്, ഇതൊരു നല്ല ചോദ്യമാണോ, ഇതൊരു നല്ല ചോദ്യമാണ് എന്നൊന്നും പറഞ്ഞിട്ടല്ല ഉത്തരം പറയുന്നത്. ഈശോ അവരോട് പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ സദുക്കായരെ പറ്റി ഒന്ന് ചിന്തിക്കാം. സദുക്കായരെന്ന് പറയുന്നത് ഇസ്രായേലിലെ പുരോഹിത ഗണമാണ്. എന്നാൽ അവർക്ക് പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല, അന്ത്യവിധിയിൽ വിശ്വാസമില്ല, ആത്മാവിൽ വിശ്വാസമില്ല, അവർക്ക് മാലാഖമാരിൽ വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെ പറ്റിയൊന്നും അവർക്ക് ഒരു വിശ്വാസവുമില്ല. എന്നാൽ അവർക്ക് ബൈബിളിൽ പഴയ നിയമത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥി അവർക്കുണ്ട്, ബാക്കിയുള്ള കുറേ പുസ്തകങ്ങളൊന്നും അവർക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ പുരോഹിത പ്രമുഖന്മാരോടാണ് ഈശോ പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ വചനഭാഗം അതുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈശോ നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഈ ഒരു പുനരുത്ഥാന ചിന്തയെ പറ്റിയാണ്. ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണത്തിന് ശേഷം പുനരുത്ഥാനമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, മത്തായി അറിയിച്ച സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈശോനെ പറയുന്നു, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അന്ത്യവിധി ഉണ്ടെന്ന് ഈശോ തന്നെ നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഈ അന്ത്യവിധിയെ പറ്റിയും പുനരുത്ഥാനത്തെ പറ്റിയും മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെ പറ്റിയും ഈശോ തന്നെ തൻ്റെ ജീവിതകാലത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്നേഹമുള്ളവർ, ഈ ഒരു സുവിശേഷ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചെറിയൊരു അനുഭവമാണ് വിശുദ്ധ ഡോൺ ബോസ്കോയുടെയും വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെയും. അതായത് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ആത്മീയ പുത്രനായിരുന്നു ഡൊമിനിക് സാവിയോ. ഏകദേശം 12-13 വയസ്സ് മാത്രം പ്രായമായപ്പോൾ ഡൊമിനിക് സാവിയോ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവായിരുന്നു ഡോൺ ബോസ്കോ, വിശുദ്ധ ഡോൺ ബോസ്കോ. വിശുദ്ധ ഡൊമിനിക് സാവിയോ മരിച്ചതിന് ശേഷം ഏകദേശം 2-3 മാസത്തിന് ശേഷം ഈ വിശുദ്ധ ഡൊമിനിക് സാവിയോ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ്? മരിച്ചുവല്ലോ, നീ ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ ഡൊമിനിക് സാവി പറയാണ്, ഞാനിപ്പോൾ സ്വർഗത്തിലാണ്, മാലാഖമാരുടെയും ദൈവത്തോടൊപ്പം സ്വർഗത്തിലാണെന്ന് പറയുകയാണ്. അപ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് വീണ്ടും കൗതുകവും സംശയവും ഉണരുകയാണ്. അപ്പോൾ അദ്ദേഹം ഡൊമിനിക് സാവിയോട് ചോദിക്കുകയാണ്, നീ സ്വർഗത്തിലേക്ക് എത്തിയല്ലോ, നിന്നെ സ്വർഗത്തിലേക്ക് എത്താനായിട്ട് നിൻ്റെ മരണസമയത്ത് നിന്നെ സഹായിച്ച ഏറ്റവും വലിയ പുണ്യം ഏതാണെന്ന് ചോദിക്കുകയാണ്. നിൻ്റെ പെരുമാറ്റം, നിൻ്റെ നല്ല സംസാരം, നിൻ്റെ അനുസരണം, ഏത് പുണ്യമാണ് നിന്നെ ഏറ്റവും അധികമായിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനായിട്ടും നല്ലൊരു മരണത്തിനായിട്ട് നിന്നെ ഒരുക്കാനായിട്ട് സഹായിച്ച പുണ്യം ഏതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഡൊമിനിക് സാവി പറയാണ്, എന്നെ സ്വർഗത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചതും നല്ല മരണത്തിനായി എന്നെ ഒരുക്കിയതും എന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചേർത്തതും എല്ലാം പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയാണെന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ വരുമ്പോൾ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നതും ഈ ഒരു പുനരുത്ഥാനത്തെ പറ്റിയുള്ള വിശ്വാസത്തെയും ഈ പുനരുത്ഥാനത്തെ പറ്റിയുള്ള ചിന്തയെ പറ്റിയാണ്. അതായത് വിശുദ്ധ ഡൊമിനിക് സാവിയോ പറയുന്നത് പോലെ നമ്മളെ നിത്യജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുനരുത്ഥാനത്തിലേക്ക് പോകാനായിട്ട് നമ്മെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യുന്ന വലിയൊരു പുണ്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ മാതാവിനോടുള്ള വണക്കമാസവും ജപമാല ഭക്തിയും. അപ്പോൾ ഈ ഒക്ടോബർ മാസം പരിശുദ്ധ മാതാവിനോടുള്ള ജപമാല ഭക്തിയിൽ വളരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. അതായത് നമുക്ക് നമ്മുടെ മരണശേഷം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിന് ഈശോ തന്നെ ഉറപ്പ് പറയുകയാണ്. ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിലൂടെയും അന്ത്യവിധിയിലൂടെയും ഈശോ നമുക്കായിട്ട് വെച്ച് നീട്ടുന്നത് ഒരു ചോദ്യോത്തര രീതിയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈശോ നമ്മുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കുന്നതും ഈ ഒരു അന്ത്യവിധിയുടെ ഒരു ഛായ തന്നെയാണ്. ഈശോ പറയാണ്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, പിതാവായ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നേരത്തെ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ, ഞാൻ വിശന്നു, നിങ്ങളിലേക്ക് ഭക്ഷിക്കുവാൻ തന്നുവോ?
ഞാൻ ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കുവാൻ വെള്ളം തന്നുവോ? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെനിക്ക് ഉടുക്കുവാൻ തന്നുവോ? അങ്ങനെ പല പല ചോദ്യങ്ങൾ വെച്ചിട്ട് അന്ത്യവിധിയുടെ ആ ചോദ്യ ഉത്തര രീതി ഈശോ തന്നെ നമുക്ക് നേരത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതായത് നമുക്കൊരു അന്ത്യവിധിയുണ്ട്, നമുക്ക് പുനരുത്ഥാനമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ ഉടനീളം നമ്മളോട് പറഞ്ഞു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ ആഴ്ചയിൽ നമ്മൾ ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലൊരു മരണത്തിനായി, നല്ലൊരു ജീവിതത്തിനായി. ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പുനരുത്ഥാനത്തിൽ മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം. ഈ ഒക്ടോബർ മാസം പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജമാല് ഭക്തിയിൽ പ്രാർത്ഥിക്കുവാനും വളരുവാനുമായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.